വൈകല്യങ്ങൾ സംഭവിക്കുന്ന ഇത് മാത്രമല്ല, ഒരു അല്പകാലം കൂടെ മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ അധ്വാനിച്ചതിന്റെ ഫലമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ഈ മാലപ്പാട്ടുകൾ ഇനിയും നമ്മൾ പേറി നടക്കണോ, അതോ ഇതിലെ അപകടങ്ങൾ നിങ്ങൾ കണ്ടെത്തണോ? ഒന്നുകൂടെ ആലോചിച്ചുകൂടെ? ഈ പ്രദേശത്തുകാർക്ക് മുഴുവനും അറിയാവുന്ന ഒരു സംഭവമല്ലേ, നിങ്ങൾക്കിടയിൽ പോലും ഉണ്ടായിരുന്ന പക്ഷിപ്പാട്ടിന്റെ ഒരു അവസ്ഥ സമൂഹത്തിൽ എന്തായിരുന്നു എന്നുള്ള ഇത് ഷിയാ സ്വാധീനങ്ങൾ കടന്നു വന്നിട്ട് ഇന്നത് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോ ഇതുപോലെ പലതും ഇനി സമൂഹം മനസ്സിലാക്കാനുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും കൂടെ മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോ ഒരു പക്ഷി വന്നുകൊണ്ട് റസൂലിനോട് പരാതി പറയുന്നു. എന്താ പരാതി? സുബഹിന്റെ നേരത്തോരു മുട്ടായിട്ടു ഞാൻ, ലുഹറിന്റെ നേരത്തും മുട്ടായൊന്നിട്ടു ഞാൻ, മേൽമാസറിനായി കൂട്ടിൽ ഞാൻ ചെല്ലുമ്പോ എന്റെ ഈണപ്പക്ഷി ആട്ടി പുറത്താക്കി. എന്റെ ഈണപ്പക്ഷി ചോദിക്കും എന്നോട്, ഇട്ടുള്ള മുട്ട ഹലാലോ ഹറാമോന്ന്. നബിയെ, സുബഹിന്റെ നേരത്ത് ഞാനൊരു മുട്ടയിട്ടു, അസറിന്റെ നേരത്തും ഞാനൊരു മുട്ടയിട്ടു, ളുഹറിന്റെ നേരത്ത് മുട്ടയിട്ടു, അസറിന്റെ നേരത്ത് മുട്ടയിടാൻ വേണ്ടി ഞാൻ എന്റെ കൂട്ടിലേക്ക് ചെല്ലുമ്പോ 40 കൊല്ലക്കാലം എന്നോട് കൂടെ ഇണങ്ങി പുറത്തിരുന്ന് അക്ബർ സദഖ എന്ന് പറയുന്ന ആൺപക്ഷി എന്നെ ആട്ടിപ്പുറത്താക്കി. നബിയേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങ് ഒരു സീനാ പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുന്ന അക്ബർ സദഖ എന്ന് പറയുന്ന ആൺപക്ഷിയുടെ അടുക്കലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുമ്പോ ആ പക്ഷി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പരിഹസിച്ചുകൊണ്ട് തള്ളിവിടുകയാ. റസൂലിനെ ഞാൻ അറിയില്ല എന്ന് പറയുന്നു. രണ്ടാമതായി ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുമ്പോ അവിടുന്ന് ആ പക്ഷി ഉമർ റളിയല്ലാഹു അൻഹുവിനെ കളിയാക്കിക്കൊണ്ട് പറയുകയാ, നീ ഉക്കാദ ചന്തയിൽ ഖാലിദിനോട് തോറ്റ ഉമൈറല്ലടാ, നീയാണ് എന്നെ വിളിക്കാൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യത്തോടെ കൂടെ പറയുന്നു, മക്കത്തെ അലിയെങ്ങാനും ഇതറിഞ്ഞാൽ അലിയുടെ ദുൽഫുക്കാറിന്റെ വാളിന്റെ മേലെ നിന്റെ തല ഭിന്നിച്ചു പോകുമെന്ന് പറയുമ്പോ ആ പക്ഷി പറയുന്നു, മക്കത്തെ അലിയെ എനിക്കറിയാം, അലിയോട് പറയല്ലേ, അലിയെ അറിയാം, റസൂലിനെ അറിയില്ല. ജീവിത ഷിയാ സ്വാധീനങ്ങൾ ഒരുപാട് പേറിക്കൊണ്ട് നടക്കുന്ന അവസ്ഥയുണ്ടായില്ലേ? ഇതുപോലെ മനസ്സിലാക്കി പിന്മാറാനാണ്. ഇനിയോ എന്റെ സഹോദരന്മാരെ, ഇതുപോലെ ഉയർത്തപ്പെട്ട ഖബറുകളെ കൊണ്ടുവന്നിട്ട് അതിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യുന്ന രീതിയിലൂടെ അവിടെ പോയി ദുആ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോ സമൂഹത്തിനെ പഠിപ്പിക്കുന്ന നായകന്മാർ ഉൾപ്പെടെ, പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ഖബറിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യുമ്പോ ഇതാര് പഠിപ്പിച്ച ആചാരമാ? റസൂലിന്റെ ഖബർ സിയാറത്ത് പഠിപ്പിച്ചത്.